ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ് കേട്ടോ. ജോർജിയയിലുള്ള മറ്റൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഞാനിവിടെ വന്ന സമയത്ത് മലയാളി സ്റ്റുഡൻസിന്, ഇവിടെയും മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അപ്രൂവലുള്ള കോളേജ് തന്നെയാണ്. സോ നമുക്ക് കോളേജിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോളേജിന്റെ എൻട്രൻസിലാണ്. കോളേജിന്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ക്ലാസ് കാര്യങ്ങൾ, സ്റ്റുഡൻസിന്റെ റിവ്യൂ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ക്യാമ്പസിലേക്ക് കിടക്കാം. വാ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മള് ക്യാമ്പസിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് ഇവിടെ വന്നിരുന്നിട്ടാണ് അവരുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്കിവിടെ വെൻഡിങ് മെഷീൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാമ്പസിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം, ഇതൊരു ഈ ക്യാമ്പസ് അസൈൻ ചെയ്തേക്കുന്നത് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. പിന്നെ ഞാനിവിടെ റീച്ച് ആയി വന്നിട്ട് ഞാനിപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. ഇൻഡിഗോ ഫ്ലൈറ്റ് വഴിയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 7.5 മണിക്കൂറാണ് ടോട്ടൽ നമുക്കിവിടെ റീച്ച് ആവാനായിട്ടുള്ള ട്രാവലിംഗ് ടൈം വരുന്നത്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മള് ഇനിയിപ്പോ കഫറ്റേരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കഫറ്റേരിയ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കഫറ്റേരിയയുടെ മുന്നിലാണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സ്റ്റുഡൻസ് ഇരുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ കഫറ്റേരിയ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൊത്തത്തിലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഇനിയിപ്പോ കഫറ്റേരിയയിൽ എങ്ങനെയൊക്കെയാണ് അവർ അത് അറേഞ്ച് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ജോർജിയയിൽ എല്ലാ ക്യാമ്പസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ കഫറ്റേരിയ വരുന്നത്. അവിടെയാണ് സ്റ്റുഡൻസിന്റെ ഒരു പ്രൈവറ്റ് സ്പേസ് കൂടിയാണ് കേട്ടോ. ഇവിടെ ജോർജിയൻ ഡിഷസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാനപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഡിഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അതിന് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര വെറൈറ്റി ഓഫ് ടേസ്റ്റി ഫുഡ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ജോർജിയ. ഗൈസ്, ഇന്നിപ്പോൾ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ കഫറ്റേരിയ കണ്ടു, ഇപ്പോൾ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ നമുക്കിപ്പോൾ ഇവിടെ ഭയങ്കര സൈലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് അറിയാം. സോ നമുക്കൊന്ന് കാണാം ലൈബ്രറി ഒക്കെ എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് നഴ്സിംഗ്, MBBS, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, അങ്ങനെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഇതാണ് കേട്ടോ നമ്മൾ ലൈബ്രറി കണ്ടു, കഫറ്റേരിയ കണ്ടു. ഇവിടെയാണ് ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ ക്ലാസ് റൂംസ് ആണ് വരുന്നത്. സോ ഗൈസ്, ഇപ്പൊ ഞാൻ ക്ലാസ് റൂംസ് കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കഫറ്റേരിയ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല അക്കോമഡേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഗേൾസിനാണെന്നുണ്ടെങ്കിലും ബോയ്സിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യൻ ഹോസ്റ്റൽസ്, മെസ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ MBBS മാത്രമല്ല, എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, മാനേജ്മെന്റ് സ്റ്റഡീസ്, നഴ്സിംഗ്, അങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾ കാര്യങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഏത് കോഴ്സ് വേണമെന്നുണ്ടെങ്കിലും എടുത്ത് പഠിക്കാൻ പറ്റിയൊരു ക്യാമ്പസ് കൂടിയാണിത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്ലാസ് റൂംസ് കാര്യം വരെ. നിങ്ങൾക്കറിയാം, ജോർജിയനെ സംബന്ധിച്ച് നമുക്ക് ECTS സിസ്റ്റമാണ് വരുന്നത്, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ നമ്മുടെ ട്യൂഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് $6,500 ആണ് നമുക്ക് പെർ ഇയർ വരുന്നത് കേട്ടോ. അവിടെ ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ സ്റ്റുഡൻസിന് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്, അവരവിടെ എക്സാംസ് എഴുതുന്നുണ്ട്, ക്ലാസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് ഒരു ക്ലാസ് റൂം വരുന്നത്. ക്ലാസ് റൂമിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 15:1 ആണ്. സോ നമുക്ക് ഓരോ സ്റ്റുഡന്റിനും പ്രത്യേകമായിട്ട് അറ്റൻഷനും കാര്യങ്ങളും കിട്ടുന്ന, അതിപ്പോൾ നമ്മുടെ ഏത് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് 15:1 ആണ് റേഷ്യോ വരുന്നത്. സോ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടി തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഒരു ക്ലാസ് റൂം കാര്യങ്ങൾ. പിന്നെ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കാണിച്ചു. മോർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ESA എഡ്യൂക്കേഷനും ആയിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ കൗൺസിലിങ്ങും കാര്യങ്ങളും നമ്മൾ തരുന്നതാണ്. സോ നിങ്ങളിപ്പോൾ റിവ്യൂസ് കാര്യങ്ങളും കോളേജിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ടുണ്ടാവും. സോ ഡു കോൺടാക്ട് വിത്ത് ESA എഡ്യൂക്കേഷൻ.